ഹായ് ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് ഞാനിതാ വന്നത് സോയാബീനും മുട്ടയും വെച്ചിട്ട് ഒരു കിടിലം വെറൈറ്റി റെസിപ്പി ഉണ്ടാക്കിയെടുക്കാൻ പോവാണ്. അപ്പത്തിനും ചപ്പാത്തിക്കും ചോറിനും ബെസ്റ്റാണ് കേട്ടോ ഈ റെസിപ്പി. ഒരു വട്ടം ഇതുപോലെ ഉണ്ടാക്കിയാൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കി നോക്കും. അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ്, എളുപ്പമാണ്. അപ്പോൾ ഇങ്ങനെ റെസിപ്പി ഉണ്ടാക്കിയെടുത്ത് കണ്ടു നോക്കിയാലോ. അപ്പോൾ അതാ സോയാബീനും മുട്ടയും വെച്ചിട്ടുള്ള ഈ ഒരു കിടില റെസിപ്പി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ 250 ഗ്രാം സോയാബീൻ ഇതുപോലെ പാത്രത്തിൽ ഇട്ട് കൊടുത്തതിന് ശേഷം നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. 5 മിനിറ്റോളം ഞാൻ ഇതുപോലെ ചുടുവെള്ളം ഒഴിച്ചിട്ട് കുതിർക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുകയാണ് കേട്ടോ. വളരെ എളുപ്പത്തിൽ എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ റെസിപ്പി, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഒരു വട്ടം ഇതുപോലെ ഉണ്ടാക്കിയാൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കി നോക്കും. അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ്, എളുപ്പമാണ് ഈ റെസിപ്പി. ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. 5 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്കിത് കുതിർന്ന് കിട്ടിയേ. ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഞാൻ 2 വലിയ സവാള, പിന്നെ ഒരു തക്കാളി, ചെറിയ തക്കാളി മതി കേട്ടോ, പിന്നെ 2 പച്ചമുളക്, കുറച്ച് വെളുത്തുള്ളി ഇതുപോലെ വളരെ നൈസായിട്ട് അരിഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് മാറ്റി വെക്കുകയാണ്. പിന്നെ 2 മുട്ടയും കൂടി നമുക്ക് ആവശ്യമായിട്ടുണ്ട്. 5 മിനിറ്റിന് ശേഷം നമ്മൾ ഈ സോയാബീനൊക്കെ നന്നായിട്ട് കുതിർന്ന് കഴുകിയെടുത്തതിന് ശേഷം ഞാനിതാ ഒരു മിക്സിൻ്റെ ജാർ എടുത്താണ് കേട്ടോ. അതിലേക്ക് ഈ ഒരു സോയാബീൻ ഫുൾ അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂൺ മുളക് പൊടിയും കൂടി കളറിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഞാനിതാ ജസ്റ്റ് ഒരു അങ്ങോട്ട് കറക്കിയെടുത്താൽ മതി കേട്ടോ, അധികം കറക്കരുത്. അങ്ങനെ കറക്കിയെടുത്തതിന് ശേഷം ഞാൻ അങ്ങോട്ട് മാറ്റി വെച്ചിന്. ഇനി ഞാനിതൊരു പാൻ അടുപ്പത്ത് വെച്ചിന്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം കുറച്ച് കടുകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കരിവേപ്പില അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ച് ഒരു സവാള ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഒരു സമയത്തിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇപ്പം തന്നെ ഒരു ലൈക്ക് ചെയ്യണേ. പുതിയ കൂട്ടുകാർ കാണണ്ടേ, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സവാള ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് അങ്ങോട്ട് ഇളക്കിയെടുക്കുക കേട്ടോ. കളറ് മാറുന്നവരെ നമ്മൾ ഇളക്കിയെടുക്കണേ. ഇതിലേക്ക് ആവശ്യമായ ഉപ്പും കൂടും ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ നന്നായിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തതിന് ശേഷം പിന്നെ പച്ചമുളക് നിങ്ങൾക്ക് എത്ര വേണോ, കുട്ടികൾക്കൊക്കെ കഴിക്കാനുള്ളതുകൊണ്ട് ഞാൻ ആകെ 2 പച്ചമുളക് എടുത്തത്. നിങ്ങൾക്ക് തോനെ എരി വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഇട്ട് കൊടുക്കണം. കുറച്ച് മുളക് പൊടിയും കൂടി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് കൊണ്ടാണ് പച്ചമുളകിൻ്റെ എണ്ണം കുറച്ചത്. ഇതുപോലെ നന്നായിട്ട് അങ്ങോട്ട് ഇളക്കിയെടുത്തതിന് ശേഷം ഈ ഒരു തക്കാളി, പിന്നെ വെളുത്തുള്ളി ചതക്കുക, അല്ലെങ്കിൽ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയെടുത്താലും മതി കേട്ടോ. ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് അങ്ങോട്ട് ഇളക്കിയെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1-2 മസാല കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു സമയത്ത്. 1/4 ടീസ്പൂണിൻ്റെ അടുത്ത് മഞ്ഞൾപ്പൊടി, പിന്നെ വേണ്ടത് 3/4 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/2 ടീസ്പൂണ് മല്ലിപ്പൊടി ഉണ്ടല്ലോ, അതും കുറച്ച് ഗരം മസാല ഇട്ട്. ഗരം മസാലകളെ കയ്യിലില്ലെങ്കിൽ 1/4 ടീസ്പൂണിൻ്റെ അടുത്ത് ചിക്കൻ മസാല ഇട്ട് കൊടുത്താലും മതിയേ. ഇങ്ങോട്ട് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി കൊടുക്കുകയാണ്. ഇതുപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് മുളക് പൊടി കുറച്ചും കൂടി ഇടണമെങ്കിൽ ഇട്ടോ. നിങ്ങൾ കയ്യിൽ കാശ്മീർ മുളക് പൊടി ഉണ്ടെങ്കിൽ നല്ലൊരു കളറിന് വേണ്ടി അങ്ങനെ ഇട്ടിട്ട് ഞാനിതാണ് കുറച്ച് മുളക് പൊടി മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഇതുപോലെ നന്നായിട്ട് ഇളക്കിയെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ ചതച്ച് വെച്ച് ആ ഒരു സോയാബീൻ ഈ ഒരു സമയത്തായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത്. ഒരൊറ്റ കറക്ക മാത്രമേ നമ്മൾ കറക്കിയെടുക്കാൻ പറ്റുള്ളൂ. പിന്നെ അതിൽ കഷ്ണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൈ കൊണ്ട് ജസ്റ്റ് അങ്ങോട്ട് പൊടിച്ചിട്ടാലും മതി. കണ്ടില്ലേ, ഇതേപോലെ തന്നെ കിട്ടണേ. ഇതുപോലെ നന്നായിട്ട് ഫുൾ അങ്ങോട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഞാനിതിലേക്ക് 1/4 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് കളറിന് വേണ്ടിയിട്ട്. ഇനി ഞാനിതാ ഒരു 5 മിനിറ്റോളം ഇതുപോലെ ചെറിയ തീയിൽ വെച്ചിട്ട് നമ്മൾ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. കണ്ടില്ലേ, ഇതേപോലെ 2 പ്രാവശ്യം ഇളക്കിയെടുത്തണേ. ഇതിലേക്ക് വെള്ളം ഒന്നും ചേർക്കണ്ട കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊരു സൈഡിലേക്ക് അങ്ങോട്ട് ഇതുപോലെ അങ്ങോട്ട് നീക്കി വെച്ചതിന് ശേഷം ഒരു 2 മുട്ട ഈ ഒരു സൈഡിൽ ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തേക്കാണ് കേട്ടോ. ഇതിന് മുന്നായിട്ട് ഒരു മുട്ട വെച്ചിട്ട് നമുക്ക് റെസിപ്പി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക. ഇതുപോലെ ഈ ഒരു പാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി കൊടുക്കണം. അപ്പം തന്നെ ഇളക്കി കൊടുക്കരുത്. ഒരു 2 മിനിറ്റോളം ഇതുപോലെ തന്നെ ഇങ്ങനെ വെക്കണേ. ചെറിയ ചെറിയ പീസുകളാക്കി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പം തന്നെ ഇളക്കി കൊടുത്താൽ നമുക്ക് ആ ഒരു ടേസ്റ്റ് പോകും. അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ തന്നെ ചെയ്തെടുക്കണേ. ഇതേപോലെ ഇങ്ങനെ കണ്ടില്ലേ, നമുക്ക് പൊരിച്ചിട്ട് വേറൊരു പാൻ എടുത്ത് പൊരിച്ച് അങ്ങനെ ചെയ്യട്ടോ. പക്ഷേ അതിൽ എളുപ്പമായിട്ട് ഇങ്ങനെ തോന്നി പെട്ടെന്നൊക്കെ പരിപാടി കഴിയേ.
ഇതുപോലെ നന്നായിട്ട് അങ്ങോട്ട് ഫുള്ളങ്ങോട്ട് ഇതുപോലെ പീസായിട്ട് തന്നെ നമ്മളിതാ ഇളകി. ഇതിലേക്ക് ഞാൻ ചെറിയൊരു പീസ് തക്കാളി ഇട്ട് കൊടുത്ത് ചെറുതാക്കി അരിയണം കേട്ടോ, അതും കൂടി ഇട്ട് കൊടുക്കേണ്ടേ. ഈ തക്കാളിയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ നന്നായിട്ട് അങ്ങോട്ട് 2 മിനിറ്റോളം ഇങ്ങനെ ഇളക്കി കൊടുക്കണം. ഈ തക്കാളി ഒന്ന് വേവിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, ചെറിയ തീയിൽ വെച്ചിട്ട് വേണം. ഇനി ഫുള്ളങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ചോറിനൊക്കെ പിന്നെ വേറെ ഒന്നും വേണ്ടില്ല കേട്ടോ, ഇത് മാത്രം മതിയേ, അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ്. ഇതുപോലെ നന്നായിട്ട് ഫുള്ളങ്ങോട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഈ സമയത്ത് നിങ്ങളെ കയ്യിൽ മല്ലിച്ചപ്പൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കട്ടെ. ഞാനിതാണ് കുറച്ച് കരിവേപ്പില ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞിട്ടാണ് ഇട്ട് കൊടുത്തത്. മല്ലിച്ചപ്പ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം മതി, ഇവിടെ ഞാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുത്തില്ലേ. അപ്പോൾ ദാ നമ്മൾ ഈ ഒരു കിടില റെസിപ്പി റെഡി ആയിന്. വെറും 5 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ റെസിപ്പി. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും വീഡിയോക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പുതിയ കൂട്ടുകാർ കാണരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതിലേക്ക് ഞാൻ തക്കാളി ചെറുതായിട്ടൊന്ന് വാട്ടിയിട്ട് അതിന് മുകളിൽ ഒന്ന് ഡെക്കറേഷന് വേണ്ടി ഇട്ട് കൊടുത്തതാട്ടോ, നിർബന്ധമൊന്നുമില്ലേ. ഇതുപോലെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരുപാട് റെസിപ്പികൾ നമ്മൾ ചാനലിലുണ്ട് കേട്ടോ, കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ കണ്ട് നോക്കണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളു. ഇൻഷാ അല്ലാഹ് ഇതുപോലത്തെ നല്ല നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് ഇനിയും വരാം. അതുവരെ